നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്മയിലെ പ്രശ്നങ്ങൾ പുകയുകയാണ്. അൻസിബയും അതുപോലെ തന്നെ ശ്വേതാ മേനോൻ, ലക്ഷ്മി പ്രിയ, ടിനി ടോം എന്ന മുൻ നേതൃത്വത്തിനെതിരെയും ഉണ്ടായ പ്രശ്നങ്ങൾ. പിന്നാലെ ഒന്നൊന്നായി താരങ്ങൾ രാജിവെച്ച് അമ്മയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം. അങ്ങനെ ആകെ മൊത്തം കലപിലയാണ് അമ്മയിൽ. കഴിഞ്ഞ ദിവസം സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ലക്ഷ്മി പ്രിയക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു അൻസിബ ഹസൻ. ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെ അൻസിബയ്ക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിച്ചത്. തനിക്കെതിരെ അത്യന്തം അപകീർത്തികരവും അസത്യവുമായ കാര്യങ്ങൾ പറഞ്ഞ് പൊതുസമൂഹ മധ്യത്തിൽ തന്നെ മോശക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഒരു നടി എന്നതിലുപരി ഒരു സ്ത്രീ എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ തന്നെ മോശക്കാരിയാക്കാൻ ബോധപൂർവം ശ്രമിച്ച ലക്ഷ്മി പ്രിയ, അതിന് ഒത്താശ ചെയ്ത ചാനൽ ഉടമ, ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയ ശ്വേതാ മേനോൻ എന്നിവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് അൻസിബയുടെ ആവശ്യം. തന്നോടുള്ള വ്യക്തി വൈരാഗ്യവും മൂലം ലക്ഷ്മി പ്രിയയും അമ്മ മുൻ പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോനും ചേർന്ന് ഗൂഢാലോചന നടത്തി തന്നെ വ്യക്തിഹത്യ ചെയ്യാനും സ്ത്രീത്വത്തെ അധിക്ഷേപിക്കാനുമായി ഇപ്രകാരം വ്യാജമായ കാര്യങ്ങൾ കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കുന്നതാണ് എന്നാണ് അൻസിബ ആരോപിക്കുന്നത്. മാത്രമല്ല, ഇപ്രകാരം രാജിവെച്ച് പോയതിനു ശേഷം ശ്വേതാ മേനോൻ തിരുവനന്തപുരത്തുള്ള സോഷ്യൽ മീഡിയ PR ഏജൻസിയുമായി ചേർന്ന് ഇത്തരം വ്യാജ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നിയമവിരുദ്ധമായ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും കേൾക്കുന്നതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആയതിനാൽ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് അവർ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ ലക്ഷ്മി പ്രിയ മുന്നോട്ട് വെച്ച അൻസിബയ്ക്കെതിരെ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ, അൻസിബയുടെ റൂമിൽ ഒരാൾ വരുന്നു, അൻസിബ മദ്യം കുടിക്കും എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് അൻസിബയ്ക്കെതിരെ ലക്ഷ്മി പ്രിയ ഉന്നയിച്ചത്. അതേസമയം നടി അൻസിബ ഹസനെതിരെ സഹപ്രവർത്തകയായ ലക്ഷ്മി പ്രിയ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതം കരുപിടിപ്പിക്കാൻ കഠിന അധ്വാനം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെയാണ് ലക്ഷ്മി പ്രിയ പിച്ചിച്ചീന്തിയതെന്നും അത്തരം ഹീനമായ പ്രവൃത്തി ചെയ്തതിന് അവർക്ക് നിയമപരമായും ജനമധ്യത്തിലും കടുത്ത വില നൽകേണ്ടി വരുമെന്നും ആലപ്പി അഷ്റഫിന്റെ മുന്നറിയിപ്പ്. ലോകത്ത് ഇന്നുവരെ ആരും പറയാൻ മടിക്കുന്ന അവിഹിത കഥകൾ പടച്ചുവിട്ട ലക്ഷ്മി പ്രിയക്കെതിരെ യഥാർത്ഥത്തിൽ അൻസിബയാണ് കോടതിയെ സമീപിച്ച് മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി എത്ര കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിക്കേണ്ടതെന്ന് ലക്ഷ്മി പ്രിയയ്ക്ക് തന്നെ തീരുമാനിക്കാമെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. അമ്പ് വില്ലിൽ നിന്നും വാക്ക് നാവിൽ നിന്നും ജീവൻ ശരീരത്തിൽ നിന്നും പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കോപവും കൊടുങ്കാറ്റും ഒക്കെ ഒരുപോലെയാണ്. പലപ്പോഴും അത് ശമിച്ചതിന് ശേഷം മാത്രമായിരിക്കും എത്ര വലിയ നാശമാണ് വിതച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ലക്ഷ്മി പ്രിയയുടെ പുതിയ കഥയും തിരക്കഥയും റിലീസ് ചെയ്തതിനു ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ നേർക്കാഴ്ചയിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. 4 മാസങ്ങൾക്ക് മുൻപ് അമ്മയിലെ ഒരു അംഗത്തിൽ നിന്നും തനിക്കൊരു ഫോൺ കോൾ വന്നുവെന്നും അൻസിബയും ലക്ഷ്മി പ്രിയയും തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ അവർ തമ്മിൽ വലിയ വഴക്കും ബഹളവും ഒക്കെ നടക്കുകയാണെന്നാണ് എനിക്ക് ഫോൺ കോൾ വന്നത്. താൻ ചോദിച്ചു എന്താണ് അതിനുള്ള കാരണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത് ലക്ഷ്മി പ്രിയ ഗൾഫ് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അൻസിബ ഒരു മെസ്സേജ് അയച്ചു, അവിടെ നടന്നതൊക്കെ ഞാൻ അറിഞ്ഞു, അതിന്റെ ഫോട്ടോസൊക്കെ പ്രചരിക്കുന്നുണ്ട്, അത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിനിടെ ലക്ഷ്മി പ്രിയയുടെ ഫോണിന് എന്തോ കംപ്ലൈന്റ് വന്നപ്പോൾ അത് ശരിയാക്കാൻ എടുത്ത ഭർത്താവിന്റെ ശ്രദ്ധയിൽ മെസ്സേജ് പെടുന്നു. ആ വോയിസ് മെസ്സേജ് കേട്ടപാടെ നീ എവിടെ എന്ത് ചെയ്യാനാടി പോയതെന്ന് അലറി ചോദിച്ചുകൊണ്ട് ലക്ഷ്മി പ്രിയയെ ക്രൂരമായി തല്ലി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഈ കേട്ട വാർത്ത സത്യമാണോ എന്നറിയാൻ താൻ തൃപ്പൂണിത്തുറ വനിതാ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഇത് സത്യമാണെന്ന്. യഥാർത്ഥത്തിൽ ആ സമയത്ത് തനിക്ക് ലക്ഷ്മി പ്രിയയുടെ സഹതാപമാണ് തോന്നിയത്. പിന്നീട് താൻ ചെയ്ത വീഡിയോയിൽ, അതായത് 250ാമത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്ത് ഈ വിവരം സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടുപേരുടെയും പേരുകൾക്ക് അഭിമാനക്ഷതം സംഭവിക്കേണ്ട എന്ന് കരുതി പേര് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ കാട്ടുതീ പോലെ പടർന്ന ഈ വിഷയം ആദ്യമായി വെളിപ്പെടുത്തിയത് താനാണ്. ഇനി ഏറ്റവും അവസാനമായി ഉടലെടുത്ത ഗൗരവകരമായ മറ്റൊരു സംഭവം, അമ്മയുടെ ഉന്നത ഭാരവാഹിത്വം വഹിക്കുന്ന 2 സ്ത്രീകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ. അത് സംഘടനയിൽ ഒതുങ്ങാതെ പോലീസ് സ്റ്റേഷൻ കയറി വിഷയമായി. അതിനെക്കുറിച്ച് വിശദമായി അറിയണമെങ്കിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് വനിതാ പോലീസ് സ്റ്റേഷനിലൊന്ന് അന്വേഷിച്ചാൽ മതിയാകും. സംഗതി നടന്നിട്ട് ഒരുപാട് ദിവസങ്ങളൊന്നും ആയിട്ടില്ല, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഒരു നടിയുടെ കുടുംബജീവിതത്തെ അപ്പാടെ ഉലച്ച ഒരു പ്രശ്നമായതുകൊണ്ട് തനിക്കത് ഇവിടെ പറയുന്നതിനും വിശദമായി വിവരിക്കുന്നതിനും ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു, ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു സ്ത്രീ മറ്റൊരു ഭാരവാഹിത്വം വഹിക്കുന്ന സ്ത്രീ കിട്ടുവച്ച ആറ്റം ബോംബാണെന്ന്. അവസാനം പാരപണിത ഭാരവാഹിക്ക് പോലീസ് സ്റ്റേഷനിലെത്തി മാപ്പെഴുതി വെച്ച് തടി ഊരേണ്ടതായും വന്നു. ഇനി അങ്ങോട്ട് എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു. ഒരിക്കൽ ലക്ഷ്മി പ്രിയ തന്നോട് വിളിച്ചു പറഞ്ഞു, അതായത് ഞാൻ അൻസിബയോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ജയേഷിനെ വിളിച്ച് നീ അയച്ച മെസ്സേജിൽ ഒരു സത്യവുമില്ല, ഞാൻ വെറുതെ തമാശയ്ക്ക് അയച്ചതാണെന്നൊന്ന് പറയണമെന്ന്. എൻ്റെ കുടുംബജീവിതത്തിന്റെ പേരിൽ ആകെ പ്രശ്നത്തിലാണ്, ഇവിടെ ഇതിന്റെ പേരിൽ വലിയ വഴക്ക് നടക്കുകയാണ്, നീ ഇത് വെറുതെ അയച്ചതാണെന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവൾ വിളിച്ചു പറയാമെന്ന് എന്നോട് പറഞ്ഞെങ്കിലും അവൾ അത് ചെയ്തില്ല. പിന്നീട് ഞാൻ വിളിക്കും
വിളിക്കുമ്പോൾ ഒന്നും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത്. അയാൾ എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു, പട്ടിയെ തല്ലുന്ന പോലെ തല്ലി. അൻസിബ പോലീസ് സ്റ്റേഷനിൽ പരാതിയുടെ പകർപ്പും മൊഴിപ്പകർപ്പും ഒക്കെ ചോദിച്ചു. അത് നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞു. അത് പരാതിക്കാരിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ അവളുടെ കൂട്ടുകാരൻ മിഥിലാജിനെ വിളിച്ചു വരുത്തി അവിടെ ബഹളമുണ്ടാക്കി. എന്നാൽ കോപ്പി കൊടുക്കാത്ത സാഹചര്യത്തിൽ അതിന്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടാണ് അവർ പോയതെന്നാണ് ലക്ഷ്മിപ്രിയ തന്നോട് പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ച് ലക്ഷ്മിപ്രിയ തന്നോട് സംസാരിച്ചപ്പോൾ അൻസിബയെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു. അവൾ തീവ്രവാദിയാണ് ഇക്ക എന്ന് പറയുകയും ചെയ്തു. അത് അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണെന്നാണ് കരുതിയത്. കൂടെ കൊണ്ടു നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ കുറിച്ച് അഭീത കഥയും കൂടെ തീവ്രവാദി എന്ന വിളി കൂടി വന്നപ്പോൾ എനിക്ക് അവരോട് തോന്നിയ സഹതാപം ഇല്ലാതായി. പിന്നീട് അവർ അൻസിബയെ കുറിച്ച് ചാനലിലൂടെ പരസ്യമായി പറയുന്നത് കേട്ടു. ഇതിന്റെ പിന്നിൽ ഒരു മത തീവ്രവാദ സംഘടനകൾ ഉണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ടെന്ന്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വർഗീയത പറഞ്ഞ് മറ്റുള്ളവരെ തീവ്രവാദിയാക്കി സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇവരെ ജനം തിരിച്ചറിഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. ഇവരുടെ നാവും പ്രവൃത്തിയും സമൂഹത്തെ വഴിതെറ്റിക്കുന്നതാണ്. സത്യത്തിൽ അവർ കൊടുത്ത പരാതിയിൽ തന്നെ മറ്റൊരു ക്രൈം ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് അൻസിബ അയച്ച മെസ്സേജിനേക്കാൾ ഗൗരവമേറിയതാണ്. അവർ പറയുന്നത് അവരുടെ ഭർത്താവ് അവരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചു എന്നാണ്. അവർ പറയുന്ന പ്രകാരം ഈ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ അവരോട് ഇത്തരം ക്രൂരത കാട്ടിയ ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസ് എടുക്കേണ്ടതല്ലേ? ഈ ചോദ്യമാണ് അൻസിബയും ചോദിക്കുന്നത്. ഇതേ ചോദ്യം ഒരു പ്രസ് മീറ്റിൽ ലക്ഷ്മിപ്രിയയുടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി അത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്നാണ്. ഗാർഹിക പീഡനം നടന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ഇവർ തന്നെ പറയുന്നു അത് നിങ്ങൾ എന്തിനാ അറിയുന്നതെന്ന്. എങ്ങനെയുണ്ട് അവരുടെ ന്യായം? പൊതുജന പിന്തുണയും താരസംഘടനയുടെ പിന്തുണയും സാംസ്കാരിക നായകന്മാരുടെ പിന്തുണയും ഒക്കെ അൻസിബയ്ക്ക് അനുകൂലമാണെന്ന് കണ്ടപ്പോൾ തീവ്രവാദവും മതപരിവർത്തന കഥകളും ഒക്കെ ഒന്ന് വിട്ടുപിടിച്ച് അവിഹിത കഥയിലേക്ക് കടന്നിരിക്കുകയാണ് കഥാനായിക. അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പം അവൾക്കെതിരെ ഒരു അവിഹിത കഥ പൊടിപ്പും തൊങ്ങലും വെച്ച് പടച്ചുവിടുകയാണ്. അവിടെ കഥാകൃത്ത് കഥയ്ക്കൊരു ഗുമ്മിന് വേണ്ടി മദ്യപാനം കൂടി അൻസിബയ്ക്ക് മേൽ ചാർത്തിക്കൊടുത്തു. അവിടെ ഒരു കാര്യം ഓർമ്മ വരികയാണ്. BJP നേതാവ് സന്ദീജ് ബജസ്പതി ഇവരെ കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം. ഇവർ പറയുന്നതൊക്കെ പച്ചക്കള്ളങ്ങളാണ്. നുണ പറയാൻ ഒട്ടും മടിയില്ലാത്ത സ്ത്രീയാണ് അവർ പറയുന്നതിൽ ഒന്നും സത്യത്തിന്റെ കണിക പോലും ഉണ്ടാകില്ല. ഇവരുടെ വായിൽ പോയി പിഴച്ചവർ ആരും തന്നെ ഇല്ല എന്ന്. ചിലർ പറയുന്നതൊക്കെ കാലം തെളിയിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. അതിന് അക്ഷരപ്രതി ലക്ഷ്മിപ്രിയ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നടിയും സഹപ്രവർത്തകയുമായ അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ എല്ലാ കഥകൾക്ക് അവർ നിയമപരമായും ജനമധ്യത്തിലും കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പാവം പെൺകുട്ടിയുടെ ആത്മാഭിമാനത്തെയാണ് ഇത്തരം ബുദ്ധിമോശത്തിലൂടെ തോന്നിവാസത്തിലൂടെ ലക്ഷ്മിപ്രിയ പിച്ച് ചീന്തിയിരിക്കുന്നത്. നിയമവിരുദ്ധവും ഹീനവുമായ ഇത്തരമൊരു പ്രവൃത്തി ചെയ്തതിനാൽ പോലീസിന് പോലും ഇനി അവരെ സഹായിക്കാൻ കഴിയില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്നതുപോലെ ലക്ഷ്മിപ്രിയ ഇതിന്റെ ആഘാതം അനുഭവിച്ചേ മതിയാവൂ. ലക്ഷ്മിപ്രിയ കഥയും തിരക്കഥയും രചിച്ച ഈ കെട്ടുകഥയുടെ മുൻപിൽ അൻസിബയെ മുട്ടുകുത്തിക്കാമെന്നാണ് ലക്ഷ്മിപ്രിയ വിചാരിച്ചതെങ്കിൽ അവരുടെ ആ കണക്കുകൂട്ടലുകൾ ഒക്കെയും പിഴച്ചു പോയിരിക്കുകയാണ്. ജനങ്ങൾ ഒന്നടങ്കം ഇന്ന് താങ്കളെ കല്ലെറിയുകയാണ്. ഇവിടെ മറ്റൊരു രസകരമായ സംഭവമുണ്ട്. ബാർ ഉദ്ഘാടനത്തിനായി വിദേശത്ത് പോയി ലക്ഷ്മിപ്രിയ മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഫോട്ടോകളും മറ്റുമായി പലരും സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോൾ ഞാൻ അങ്ങനെ ബാർ ഉദ്ഘാടനത്തിന് പോയിട്ടില്ല, ഞാൻ മദ്യപിക്കില്ല, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പോരാടുകയും ശബ്ദം ഉയർത്തുകയും ചെയ്യുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞ സത്യസന്ധിയായ ഇവർ പറയുന്നു അൻസിബയ്ക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്ത് കുടിപ്പിച്ചതിന്റെ ബില്ല് താനാണ് കൊടുത്തതെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ട്രാപ്പിലാക്കി മദ്യം വാങ്ങിച്ചു കൊടുത്ത് കുടിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം ഇവർക്കല്ലാതെ മറ്റാർക്കാണ്? മദ്യസേവ കഴിഞ്ഞ് 2 മണിവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിപ്രിയ റൂമിൽ പോയി കുളിച്ചിട്ട് 3 മണിയായപ്പോൾ വീണ്ടും തിരിച്ചു ചെന്ന് ചെക്കിംഗ് നടത്തി പോലും. റൂമിൽ അപ്പോൾ ഉണ്ടായിരുന്ന ആളോട് ചെക്കിംഗ് ഇൻസ്പെക്ടർ ആധാർ കാർഡ് ആവശ്യപ്പെട്ടു. ഈ കഥ കേൾക്കുന്നവർക്ക് സ്വാഭാവികമായ ഒരു സംശയം തോന്നാം, ഇവിടെ വെള്ളമടിച്ച് കിളിപോയി ഓടി നടന്നത് ആരാണെന്ന്. നേരത്തെ അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ കൊടുത്ത കേസിൽ കഴമ്പില്ലെന്ന് കണ്ട് കേസ് അവസാനിപ്പിച്ചപ്പോൾ ആ പരാതിയിലെ ചില വാചകങ്ങൾക്കെതിരെ 10 കോടി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ശപഥം ചെയ്ത് തന്റെ വക്കീലിന്റെ പേരും പ്രഖ്യാപിച്ചു. നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ ആ നഷ്ടപരിഹാര കേസ് എവിടം വരെ എത്തി അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ലോകത്തിൽ ഇന്നുവരെ ആരും പറയാൻ മടിക്കുന്ന അവിഹിത കഥകൾ അൻസിബയ്ക്ക് നേരെ പടച്ചുവിട്ട ലക്ഷ്മിപ്രിയക്കെതിരെ എത്ര കോടി രൂപയ്ക്കാണ് അൻസിബ കോടതിയെ സമീപിക്കേണ്ടത്? തുക ലക്ഷ്മിപ്രിയയ്ക്ക് തന്നെ തീരുമാനിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലക്ഷ്മിപ്രിയയെ കുറിച്ച് കേട്ടാൽ ലജ്ജിച്ചു പോകുന്ന പല കഥകളും അൻസിബയ്ക്കും അറിയാം. അതൊന്നും അവരെ മോശക്കാരിയാക്കാൻ അൻസിബ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒട്ടും പറയുകയുമില്ല. ആശയങ്ങളെ, അഭിപ്രായങ്ങളെ, നിലപാടുകളെ അവിഹിത കഥകൾ കൊണ്ടല്ല നേരിടേണ്ടതെന്നും സംവിധായകൻ പറയുന്നു. പുലി പതുങ്ങിയത് വെറുതെ ആയിരുന്നില്ല, അവിഹിത കഥകൾ മെനഞ്ഞെടുക്കാനായിരുന്നു എന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യമായത്. ലക്ഷ്മിപ്രിയ പറഞ്ഞതുപോലെ ഇത് ജനസ് വേറെ തന്നെയാണ്. ഇത്തരം ജനസ്സുള്ളവർ ആരും തന്നെ ഇനി ഭൂമിയിൽ പിറക്കാതിരിക്കട്ടെ. ഇനി എന്തായാലും ഈ കഥാനായിക്ക് ഇത്തരം നുണക്കഥകൾ രചിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് വീട്ടിലിരിക്കാം. താരസംഘടനയിലെ ആധിപത്യം ഇനി അവർക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ലക്ഷ്മിപ്രിയയുടെ സ്വഭാവം ഒരിക്കലും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഏത് സമയവും ഏത് വിധേനയും അത് മാറാം.
അത് പറയാൻ ഇതിനെ ശരിവയ്ക്കുന്ന ഒരു സംഭവമുണ്ട്. ജനറൽ ബോഡിയുടെ അടുത്ത ദിവസം അമ്മയുടെ ഓഫീസിൽ അത് അരങ്ങേറി. നീനാക്കുറുപ്പിന് നേരെ ലക്ഷ്മിപ്രിയ പുഴുത്തു ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറയുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കാത്തവർ ആരും തന്നെ ഇല്ലല്ലോ. അതേ ലക്ഷ്മിപ്രിയ തന്നെ നീനാക്കുറുപ്പിനെ അമ്മയുടെ ഓഫീസിൽ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. നീനാക്കുറുപ്പ് ആകെ സ്തംഭിച്ചു നിന്നുപോയി. വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാൽ ഇതാ തെളിവ് തരാം. പ്രശ്നങ്ങൾ തീരുന്നത് നല്ല കാര്യമാണ്. മനുഷ്യർ പരസ്പരം വൈര്യം മറന്ന് ജീവിക്കുന്നതാണ് ഉത്തമം. ഇനി അൻസിബയോടും താൻ ദേഷ്യം വന്നപ്പോൾ ചുമ്മാതെ കെട്ടിച്ചമച്ച കഥയാണെന്ന് പറഞ്ഞ് ക്ഷമ പറഞ്ഞൊന്ന് കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്താൽ ഒരു പക്ഷേ ആ പ്രശ്നം അവസാനിച്ചേക്കാം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അമ്മയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പര്യവസാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.